ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അത് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് നാൾ അയർലൻഡിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ എന്തായിരുന്നു അയർലൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് എൻ്റെ ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലേക്ക് എങ്ങനെയാണ് ഞാൻ എത്തിയത്, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അയർലൻഡ് ചൂസ് ചെയ്തത് എന്നൊക്കെയുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് പുറത്ത് പോയി മാസ്റ്റേഴ്സ് ചെയ്യാനാണ്. പുറത്ത് പോയി ഇൻ സെൻസ് ലൈക്ക് ഫോറിൻ കൺട്രി എവിടെയെങ്കിലും പോയി മാസ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമാണ്. പക്ഷേ ഞാൻ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയ സമയം എന്ന് പറഞ്ഞാൽ 2014 ആണ്. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ സ്റ്റുഡൻറ്റ് വിസ എന്നൊന്നും പറഞ്ഞാൽ ഒരുപാട് ട്രെൻഡിങ് ഒന്നുമല്ല. അപ്പോൾ അന്ന് ലൈക്ക് ലേഡീസിനെയൊക്കെ പുറത്തു പോയി പഠിക്കാൻ വിടുന്നത് വളരെ ഒരുപാടൊന്നും ആൾക്കാരെ അങ്ങനെ വിടാറില്ല. അപ്പോൾ എൻ്റെ പേരൻസ് ഒബ്വിയസ്ലി എല്ലാ പേരൻസിനെ പോലെ അവർക്കും ഒരു പേടിയുണ്ടായിരുന്നു, എങ്ങനെയാണ് മോളെ ഒറ്റയ്ക്ക് വിടുക വേറൊരു കൺട്രിയിലേക്ക്. ഇന്ന് ഒരുപാട് ഏജൻസീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, പക്ഷെ അന്ന് അതുപോലെ ഒരുപാട് ഏജൻസീസ് ഒന്നുമില്ല. അതുപോലെ ഏജൻസീസൊക്കെ നമ്മൾ തട്ടിപ്പാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ പോകുക ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ആഡ് കാണും, ഞാൻ അങ്ങനെ കുത്തിയിരുന്നുള്ള ഏജൻസീസ് എല്ലാം വിളിക്കും. അതൊക്കെയായിരുന്നു ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രോസസ്സിങ് എത്ര നാളെടുക്കും, ഇതിനു വേണ്ടി ഇതിൻ്റെ കോസ്റ്റ് എത്രയാവും, അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്താവും, ഫൈനാൻഷ്യലി നമുക്കിതിനെ പറ്റിയുള്ള ഐഡിയാസ് ഇല്ല, എന്തൊക്കെ പേപ്പേഴ്സാണ് വേണ്ടത്, നമുക്ക് ഏത് ഏജൻസിനെ വിശ്വസിച്ച് ചെയ്യാം, ഇതിനെ പറ്റിയൊന്നും ഒരു ഐഡിയയും ഇല്ലാതെയാണ് ഞാനിതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്. അന്നത്തെ സമയം എന്ന് പറയുന്നത് കാനഡ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു ടൈമായിരുന്നല്ലോ. എല്ലാവരും കാനഡയിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും കരുതി എന്നാൽ കാനഡ ഞാൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി തന്നെയുള്ളൊരു ആൻറ്റിയുടെ മോള് കാനഡയിലേക്കാണ് പോയത്. അപ്പോൾ പുള്ളിക്കാരി ചൂസ് ചെയ്തൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു, പുള്ളിക്കാരി ഹെൽത്ത് റിലേറ്റഡ് ആയിരുന്നതുകൊണ്ട് ഡിഫറെൻറ്റ് കോഴ്സാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫാമിലി തന്നെ ഉള്ള ഒരു ആൻറ്റിയോട് ചോദിച്ച് നമ്മളാണെങ്കിൽ ഏജൻസിയിൽ കോൺടാക്ട് ചെയ്തു. ഏജൻസി കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ അവർ നമുക്ക് അതിൻ്റെയുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തു, ഓരോ കൺട്രീസിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ കാനഡയിൽ ഈ ചേച്ചി പോയത് കൊണ്ട് എനിക്ക് ഒബ്വിയസ്ലി അവിടെ ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. സോ ഞാൻ കാനഡ ചൂസ് ചെയ്തു. അപ്പോൾ ഏജൻസിക്ക് തന്നെ അവർ ഓൾറെഡി വിട്ട കുറേ പേര് അവിടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടല്ലോ, IELTS പാസ്സായി കഴിഞ്ഞ് നമുക്ക് ബാക്കി പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഞാനാണെങ്കിൽ കാനഡയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻ ചെയ്തു. ഞാൻ IELTS പാസ്സായി, ഒരുവിധം നല്ല സ്കോറും കിട്ടി. ഞാനാണെങ്കിൽ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പേപ്പർ വർക്കിന് ആവശ്യമായിട്ടുള്ള അവരുടെ ചെക്ക് ലിസ്റ്റാണ് നമുക്ക് തരുന്നത്. ചെക്ക് ലിസ്റ്റ് പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ ഒരുവിധം അറേഞ്ച് ചെയ്തു. അന്ന് കൂടുതലായിട്ട് ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനോ നോളജോ എനിക്കില്ല. ബിക്കോസ് അന്ന് എൻ്റെ ഫ്രണ്ട്സോ അല്ലെ എൻ്റെ സീനിയേഴ്സോ ആരും പോയതായിട്ട് എനിക്കൊരു അറിവില്ല. അപ്പം നമുക്ക് ആരോടും ചോദിക്കാനോ ഒന്നുമുള്ള ഒരു ഐഡിയ അന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞ ചെക്ക് ലിസ്റ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ വെച്ചു. ഞാനന്ന് കാനഡയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ എൻ്റെ കാനഡ PFSലേക്ക് ഞാൻ പോയത് എനിക്ക് തോന്നുന്നു ചെന്നൈ ആയിരുന്നു. ചെന്നൈയിൽ ഞാൻ പോയി വിസയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം സബ്മിറ്റ് ചെയ്തു. ഏതാണ്ട് 7 months കഴിഞ്ഞിട്ടാണ് എനിക്ക് വിസയുടെ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത്, അതിൻ്റെ അപ്രൂവ് ആണോ ഡിനൈഡ് ആണോ എന്നുള്ളത്, എനിക്ക് റെഫ്യൂസൽ ആണോ എന്നുള്ളത് എനിക്ക് പിന്നീടാണ് അതറിയുന്നത്. അപ്പോൾ 6 monthsോളം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ 6 months കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു റെസ്പോൺസ് കിട്ടിയത് അവരുടെ നിന്ന് എനിക്ക് വിസ റെഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പോൾ ഞാൻ എന്നിട്ടും വിചാരിച്ചു ഓക്കെ നോ പ്രോബ്ലം, ഞാൻ എൻ്റെ ഓഫർ ലെറ്റർ എല്ലാം വെച്ച് ഞാൻ വീണ്ടും അതേ സെയിം കോളേജിൽ തന്നെ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു. ഏജൻസി എനിക്ക് വേണ്ടിയുള്ള പേപ്പർ വർക്കും എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പക്ഷെ അവർ ഹെൽപ്പ് ചെയ്താലും നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ള ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ച് നമ്മൾ ഒന്നും കൂടി അത് വെരിഫൈ ചെയ്യണം. ഞാനാണെങ്കിൽ കാനഡയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ SOP അവർ വേണ്ടെന്ന് പറഞ്ഞിരുന്നു ഏജൻസി. അപ്പോൾ അന്നത്തെ കാലത്ത് എനിക്ക് SOP എന്തിനാണ് വെക്കുന്നത് അതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ ഗൂഗിൾ ചെയ്തും അല്ലെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നാണ് SOP വെച്ചത്. അപ്പം ഞാൻ ആദ്യമായിട്ട് കാനഡയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ വിസ റിജക്ഷൻ വന്നതെന്ന് പറഞ്ഞാൽ
SOP ഇല്ലാത്തത് കാരണമാണ്. ഞാൻ SOP വെക്കാതെയാണ് ഫസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പിന്നീട് സെക്കൻഡ് ടൈമും ഞാൻ വെച്ചു, തേർഡ് ടൈമും ഞാൻ വെച്ചു. 3 പ്രാവശ്യവും നമ്മൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴും 3 പ്രാവശ്യവും കാനഡ വിസ എനിക്ക് തന്നില്ല. വിസ റിജക്റ്റായി. കാരണം ആദ്യത്തെ പ്രാവശ്യം റിജക്റ്റായി ആ കോളേജിൽ തന്നെ വെച്ചാണ് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്ന് ഞാൻ പഠിച്ച 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ SOP ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വരണം എന്നുള്ളതിനെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് SOP എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് പഠിക്കാൻ പോകുന്നത്, അതുപോലെ റിട്ടേൺ ബാക്ക് ടു ഇന്ത്യ, അത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, അവിടെ കാനഡയിൽ തന്നെ നമ്മൾ ലൈഫ് ലോങ് സെറ്റിലാകാൻ താല്പര്യമില്ല, ഇവിടെ അത് റിട്ടേൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് അതിനകത്ത് ഇല്ലായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം ഞാൻ റിജക്റ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ വളരെ റിസർച്ച് ചെയ്ത് പഠിച്ച് നമുക്ക് ആപ്റ്റായിട്ടുള്ള കോഴ്സ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒബ്വിയസ്ലി എൻജിനീയറിംഗ് പഠിച്ച എനിക്ക് എന്തുകൊണ്ട് ഒരു MS ഇൻ എൻജിനീയറിംഗ് എടുത്തുകൂടാ എന്നായിരുന്നു എൻ്റെ വിസ റിജക്ഷൻ്റെ സെക്കൻഡ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്ത കോഴ്സ് ഇതുമായിട്ട് റിലേറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ടും വിചാരിച്ചു ആ കോഴ്സ് തന്നെ ഇനിയും വേറെ ഓഫർ ലെറ്റർ കിട്ടണം, ഇനിയും വേറെ കോളേജസ് തപ്പണം, ഇനിയും വേറെ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരുപാട് ഇതുപോലെ ഫീസാണെങ്കിലും അതുപോലെ എല്ലാ കാര്യങ്ങളും വീണ്ടും ഞാൻ വേറെ കോളേജസുമായിട്ട് കോൺടാക്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഹാസിൽ ഉള്ളതുകൊണ്ട് ഞാൻ സെയിം കോളേജിൽ വെച്ച് തന്നെ വീണ്ടും അപ്ലൈ ചെയ്തു. 3 പ്രാവശ്യവും ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് വിസ 3 പ്രാവശ്യം കിട്ടിയില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് നിർത്തിയൊന്നുമില്ല കേട്ടോ. രണ്ടാമതായി ഞാൻ ലേൺ ചെയ്ത ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾക്ക് തരുന്ന ആ ചെക്ക് ലിസ്റ്റ് ഒബ്വിയസ്ലി നമ്മൾ ഒന്നുകൂടി ഗോ ത്രൂ ചെയ്യണം. നന്നായിട്ട് നോക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടോ എന്ന് മാക്സിമം മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ നമുക്ക് ബാക്ക് ടു ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്ന് കാണിക്കുന്ന ഒരു പ്രൂഫ് എപ്പോഴും കയ്യിൽ കാണും. വിസ റിജക്ഷൻ ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും പൈസ നഷ്ടം ഉണ്ടാവും. കാര്യം നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്ത ഫീസ് എല്ലാം പിന്നീട് അത് എക്സ്ചേഞ്ച് റേറ്റും എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വിസ റിജക്ഷൻ വരുമ്പോൾ ഈ പൈസയെല്ലാം റിട്ടേൺ വരുമ്പോൾ വീണ്ടും നമുക്ക് പൈസ പോകും. ആദ്യം കഴിഞ്ഞ് നമ്മൾ അടുത്ത വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും വയർ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. വീണ്ടും അതുപോലെ തന്നെ പൈസ എക്സ്ചേഞ്ച് റേറ്റ് ത്രൂ നമുക്ക് നഷ്ടപ്പെടാം. അങ്ങനെ 3 ടൈംസും എനിക്ക് ഒരുപാട് ഹാസൽസും അതുപോലെ എനിക്ക് ഇനിയും പോകാൻ പറ്റുമോ എന്ന് വരെ ഞാൻ ഒരുപാട് വിഷമിച്ച ഒരു ടൈമായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ പേരൻസ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. ഈവൻ 3 ടൈംസ് വിസ റിജക്ഷൻ വന്നപ്പോഴും അവർ അതിനെപ്പറ്റി എന്നോട് എനിക്കിനിയും പോകാൻ പറ്റും എന്നെ ഒരുപാട് അപ്പോഴും അവരാണ് എന്നെ പുഷ് ചെയ്തത്. മോള് വീണ്ടും അപ്ലൈ യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന എൻ്റെ പപ്പയും മമ്മിയും കാരണമാണ് ഞാൻ വേറെ കൺട്രിയിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. 3 ടൈംസ് വിസ റിജക്ഷൻ വന്നപ്പോഴും അവരെന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേരൻസിനോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പോയി പഠിക്കണം, പുറത്ത് പോയി പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അവർ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ വിടണം. അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് നാളെ അവരെ ഓർത്ത് പ്രൗഡ് ആയിട്ട് ആകാനുള്ളൊരു മൊമെൻറ്റും കൂടിയാണത്. അങ്ങനെ എൻ്റെ പേരൻസ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ഞാൻ കാനഡയ്ക്ക് അപ്ലൈ ചെയ്യുന്നതും. അത് കഴിഞ്ഞ് കാനഡയുടെ വിസ റിജക്ഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഡൗൺ ആയിരുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ കൺട്രി മാറ്റി നോക്കാം. പക്ഷേ കൺട്രി മാറ്റി നോക്കുമ്പോൾ ഏത് കൺട്രിയിലോട്ട് പോയാലാണ് എനിക്ക് ജോലി കിട്ടുക, എനിക്ക് സെറ്റിലാകാൻ പറ്റുക, അതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ എൻ്റെ മുന്നിലുള്ള 2 ചോയ്സസ് എന്ന് പറഞ്ഞു. ബിക്കോസ് വിസ റിജക്ഷൻ ഓൾറെഡി വന്നതുകൊണ്ട് എന്നെ ഇനി വേറൊരു കൺട്രിയിലേക്ക് വിസ കിട്ടാനുള്ള എൻ്റെ ഒരു പ്രോബബിലിറ്റി കുറവായിരുന്നു. സോ എനിക്ക് മുന്നിലുണ്ടായിരുന്നത് അയർലൻഡും ന്യൂസിലാൻഡുമായിരുന്നു കേട്ടോ. അയർലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ഒരുപാട് പേര് പോയിട്ടുള്ളൊരു കൺട്രിയാണ് അയർലൻഡ്. പക്ഷേ സ്റ്റുഡൻറ്റ് വിസയിൽ അയർലൻഡിൽ പോകുന്നത് വളരെയധികം റെയർ ആയിരുന്നു. ബിക്കോസ് നഴ്സസ്മാരാണ് കൂടുതലും അയർലൻഡിൽ പോകുന്നത്. അതുപോലെ ഹെൽത്ത് കെയറിലുള്ളവർ അവിടെ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയർലൻഡ് ചൂസ് ചെയ്താൽ എനിക്കത് ഹെൽപ്ഫുൾ ആകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ന്യൂസിലാൻഡിനെ പറ്റിയാണെങ്കിലും അധികം ആളുകൾ ആരും പോയിട്ടില്ല. എനിക്ക് പോയവരെ അധികം അറിയത്തില്ല. അങ്ങനെ ഞാനൊരു റിസ്ക് എടുത്താണ് എന്തും വരട്ടെ, എനിക്ക് എൻ്റെ ആ ഒരു ഗോൾ, എനിക്ക്
എനിക്ക് എങ്ങനെയും പുറത്ത് പോയി പഠിക്കണം, എനിക്ക് പോയേ പറ്റുള്ളൂ. എൻ്റെ ഗോൾ അതായിരുന്നു. ഞാൻ അതിനുവേണ്ടി ഒത്തിരി ഞാൻ വർക്ക് ചെയ്തു. ഒത്തിരി എഫേർട്ട് ഇട്ടിട്ട് അതിനുവേണ്ടി ഞാൻ എൻ്റെ ഏജൻസിയിലാണെങ്കിലും ഏജൻസി എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഈവൻ കാനഡ 3 റിജക്റ്റ് ആയപ്പോഴും അവരെന്നെ അടുത്ത കൺട്രിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഏജൻസി ത്രൂ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ 3 times വിസ റിജക്ഷൻ കാരണം കൊണ്ട് ഞാനാണെങ്കിൽ ചൂസ് ചെയ്ത കൺട്രി എന്ന് പറയുന്നത് ഒടുവിൽ അയർലൻഡാണ്. അങ്ങനെ ഞാൻ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന പോലെ അയർലൻഡിന് അപ്ലൈ ചെയ്തു. എൻ്റെ ഓഫർ ലെറ്റർ വന്നു. എന്നെ ഫൈനാൻഷ്യലി എല്ലാം പേപ്പേഴ്സ് ഡോക്യുമെൻറ്റേഷൻ എല്ലാം അറേഞ്ച് ചെയ്തു. എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു. എറണാകുളം നമ്മുടെ രവിപുരത്ത് വെച്ചായിരുന്നു ഞാൻ പേപ്പർ ഡോക്യുമെൻറ്റേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫ്രൈഡേ ആയിരുന്നു ഞാൻ സബ്മിറ്റ് ചെയ്തത്. മൺഡേ ഓർ ട്യൂസ്ഡേ, ഐ ഡോണ്ട് റിമെമ്പർ. മൺഡേ ട്യൂസ്ഡേ എനിക്കൊരു കോൾ വരുവാണ് ഡൽഹിയിൽ നിന്ന്. ഈ ഡൽഹിയിൽ നിന്ന് വന്ന കോളെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂ ആണ്. അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസ ഇൻ്റർവ്യൂ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അയർലൻഡിൽ പോകുന്ന ഒരാൾക്കും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്നുള്ളത്. ഞാൻ ആകെ പാനിക് ആയിപ്പോയി. കാര്യം ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അങ്ങനെയായി എനിക്ക് ആകെ 2 ദിവസമേ ഉള്ളൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. നമ്മൾ എന്ത് പറയും, എന്ത് ചോദിക്കും, എന്ത് ചെയ്യും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഗൂഗിൾ ചെയ്ത് റിസർച്ച് ചെയ്ത് ആ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസും കുറച്ച് കാര്യങ്ങളും അയർലൻഡിനെ പറ്റിയും അയർലൻഡിൽ എന്ത് കോഴ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നതും എന്തുകൊണ്ടാണ് അയർലൻഡ് എടുക്കാൻ കാരണം, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇവരുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 20 minutesലെ ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അവരുടെ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ചോദിച്ചു. എനിക്ക് നന്നായിട്ടത് ആൻസർ ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് അവിടെ വെച്ച് തന്നെ എനിക്കൊന്ന് ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് അവരുടെ ലിസ്റ്റിലാണ് എൻ്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഐ വാസ് റിയലി ഹാപ്പി. 3 വട്ടം വിസ റിജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി എല്ലാം പോയി. എനിക്ക് ഇനി എൻ്റെ ആ ഡ്രീം നടക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് നടന്നത്. അങ്ങനെ ഐ വാസ് റിയലി ഹാപ്പി. ഞാൻ അങ്ങനെ എൻ്റെ വിസ വന്നു. ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു 10 to 15 daysനുള്ളിൽ ഞാൻ അങ്ങനെ അയർലൻഡിലേക്ക് ട്രാവൽ ചെയ്യുക. അങ്ങനെ എനിക്ക് വിസ വന്ന് ഞാൻ അയർലൻഡിലെത്തി. അയർലൻഡിൽ ഡബ്ലിൻ ബിസിനസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അയർലൻഡിൽ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, എന്നെ ഇന്ന് ഞാനാക്കി മാറ്റിയ ഒരു കൺട്രിയാണെന്ന് പറയാം. ബിക്കോസ് ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 21ാമത്തെ വയസ്സിലങ്ങാണ്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. എന്നെ ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആക്കിയൊരു കൺട്രി, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഡബ്ലിൻ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് അവിടുത്തെ ഗ്രീനറി നമ്മുടെ നാട് പോലൊക്കെ തന്നെയാണ് കേട്ടോ അയർലൻഡ് ഇരിക്കുന്നത്. അതുപോലെ അയർലൻഡിലെ എൻ്റെ കോവർക്കേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും എന്നോട് കോൺടാക്റ്റ് ഉണ്ട്. ഈവൻ ഞാൻ US വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും അവരെല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. അവരുമായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്. എൻ്റെ ലാൻഡ് ലോഡ്സ് അവരെല്ലാം ഐറിഷായിരുന്നു. എനിക്ക് ഐറിഷ് ഹൗസ് മേറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്കപ്പോൾ അവരുടെ കൾച്ചർ പഠിക്കാനും, ഞാൻ ഏത് കൺട്രി പോയാലും അവിടുത്തെ കൾച്ചർ പഠിക്കാനും അവിടുത്തെ ആൾക്കാരുമായിട്ട് നമുക്ക് അവിടുത്തെ ആൾക്കാരുടെ രീതികൾ എന്താണെന്ന് അറിയാനും അവിടുത്തെ ഫുഡ് എന്താണെന്ന് അറിയാനും ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അങ്ങനെ എനിക്ക് അയർലൻഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്താലും നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ചലഞ്ചസിലൂടെയാണെങ്കിലും ആ ഡ്രീം നേടിയെടുക്കാൻ ട്രൈ ചെയ്യണം. എനിക്ക് 3 times വിസ റിജക്റ്റ് ആയപ്പോൾ പോലും എൻ്റെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പാരൻസ്, എനിക്ക് പാരൻസിനോട് പറയാനുള്ള നിങ്ങളുടെ മക്കളെ അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതെന്തോ ആകട്ടെ, ചിലപ്പോൾ ഫൈനാൻഷ്യലി ഇത് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നതാവും, ചിലപ്പോൾ വിസ റിജക്ഷൻ ആയിരിക്കാം എന്നെ പോലെ. പക്ഷേ അവർക്ക് ആ ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവരെ സപ്പോർട്ട് ചെയ്യണം. അതെന്തോ ആയിട്ട് ചിലപ്പോൾ ആ കൺട്രി പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത കൺട്രി നോക്കുക. നിങ്ങൾ എപ്പോൾ ഏത് കൺട്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്താലും ഡോക്യുമെൻറ്റേഷൻ എല്ലാം കറക്റ്റാണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഈവൻ ഏജൻസിക്ക് തെറ്റിയാൽ പോലും നമ്മൾ വെരിഫൈ ചെയ്യണം ഒന്നും കൂടെ. അതുപോലെ ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനഫായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങളുടെ പഠിച്ച റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു വർക്ക് എക്സ്പീരിയൻസ് എപ്പോഴും പുതിയൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അവിടുത്തെ കൺട്രീസിൽ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും. ബിക്കോസ് നമ്മൾ ബേസിക്സിൽ നിന്ന് പോകുന്നതും നമ്മൾ എക്സ്പീരിയൻസ് ത്രൂ പോകുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് ഏൺ ചെയ്തിട്ട് പോവുക. ഇതൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്.
എനിക്കറിയാം ഈ വീഡിയോ ഒത്തിരി ലെങ്ത് വീഡിയോ ആണ്. അപ്പോൾ ഞാനതിൻ്റെ പാർട്ട് 2 ഇനി അയർലൻഡ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമോ, അവിടെ ചെന്നാൽ ആൾക്കാർക്കൊക്കെ ആർക്കാണ് ജോലിക്ക് കിട്ടുക, അയർലൻഡിൽ എന്ത് കോഴ്സാണ് എടുക്കേണ്ടത്, അതുപോലെ വിസ റിജക്ഷൻ എനിക്ക് വന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അയർലൻഡിലെ സ്റ്റുഡൻറ്റ് വിസ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ്. അപ്പോൾ അതുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.